ആ രാജപ്പാ, എന്താ വിശേഷം? ആശാനെ ഒരു പെടില് പെട്ട് കിടക്ക. വല്ലാണ്ട് ചിറ്റിക്കല്ലേ, പെട്ടെന്ന് ചെയ്ത് തരണം കേട്ടോ. അല്ല രാജപ്പാ, എന്താ ഇപ്പൊ ഇത്ര അത്യാവശ്യം? എന്താ ഞാൻ ചെയ്യേണ്ടത്? 1 ലിറ്ററിന്റെ കുപ്പി കൊള്ളാവുന്ന 2 പോക്കറ്റുള്ള ഒരു ഡ്രോയർ അടിച്ചു തരാൻ പറ്റുമോ? രാജപ്പാ, ഡ്രോയർ ഒന്നും ആരും അടിക്കുന്നില്ല. ഞാൻ ആ പണി മറന്ന പോലെ. പിന്നെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു തരാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് ഞാൻ അടിച്ചു തരാം. എന്താ ഇത്ര അത്യാവശ്യം? ആശാനെ അതൊക്കെ ഒരു കഥയാ. ഈ അലിമാവും ചേട്ടന്മാവും കേട്ടിട്ടില്ലേ? ആ അവരാ ടീം കുറച്ചു ദിവസമായിട്ടേ ഇട്ടത് പട്ടാളക്കാരല്ലേ, ആ ഉണ്ണേന്റെ വീട്ടിലെ പണി. ഞാൻ എന്താ വെച്ചാൽ ഒരു പൈന്റ് മേടിച്ചിട്ട് ആ കോഴിക്കോടിന്റെ മുകളിൽ വെക്കുക. പണിയൊക്കെ മാറ്റി ഉച്ചാകുമ്പോ ഊണയൊക്കെ പോകുമ്പോ ഒരു പകുതി എടുത്ത് അടിക്കും, ബാക്കിയുള്ള അവിടെ തന്നെ വെക്കും. അന്നും അതുപോലെ തന്നെ ഉച്ചാകുമ്പോ കഴിച്ചാൽ അത് അവിടെ തന്നെ വെച്ചു. രാജപ്പാ, അമ്പട കള്ള, ശരിയാക്കി തരാട്ടാ. ആ രാജപ്പാ, നീ രാജപ്പനല്ലടാ, പൊന്നപ്പനാ. വൈകുന്നേരം പണി മാറ്റിയിട്ട് എടുക്കാൻ നോക്കിയപ്പോഴാണ് നമ്മക്ക് പണി കിട്ടിയ വിവരം നമ്മളാരാണ്. സാധനം കുറച്ച് പോയാലും വേണ്ടില്ല, ഇത് കണ്ടുപിടിച്ചിട്ടുള്ള കേസ് തന്നെ ഉള്ളു. എടാ സതീശൻ തേണ്ടി, നീയാണല്ലോ ഇത് കട്ടുപിടിക്കണേ. അത് കുറെ ദിവസമായി നീ ഒരു സാവസറും നല്ലൊരു ബനിയനും തൊപ്പി ഇട്ടിട്ട് ഇതാണ് ബെല്ലോറെ കബഡിക്കാൻ നടക്കുക. നീ ശരിയാക്കി തരാൻ തന്നെ നാളെ. കള്ള രാജപ്പാ, നീ പച്ചവെള്ളം ഒഴിച്ചു വെച്ച് എന്നെ പറ്റിച്ചൂലേ? അങ്ങനെ കാണിച്ചു തരാണ്ട് ഞാൻ. പണിക്ക് പോവാത്ത സതീശൻ തേണ്ടി എല്ലാവരും പാലും വെള്ളത്തിലെ പണി കൊടുക്കാം, നടക്ക ഞാൻ പച്ചവെള്ളത്തിലാണ് തന്നേക്കണേ. ശശി സാറിനെങ്കിൽ ഒരു ഗ്ലാസ് കൂട്ടി. കഥകളൊക്കെ പിന്നെ പറയും, നീ സാറിനെങ്കിൽ എടുക്ക്. സാധനൊക്കെ ഉണ്ട്. ആ പട്ടാളക്കാരല്ലേ, ഉള്ളൊരു അരിയല്ലേ തെണ്ടി സതീശൻ. നമ്മള് പുള്ളി സാധനം വെച്ച് കഴിഞ്ഞാൽ കട്ട് കുടിക്കാൻ തെണ്ടി ഒരു പണിക്കിട്ട് പൂല. അവന്റെ സവസറും അവന്റെ ഒരു ബനിയനും ഒരു തൊപ്പിയും വെച്ച് നടക്കണ കണ്ടു കഴിഞ്ഞാണല്ലോ പോലത്തെ കട്ട് കുടിക്ക. അതപ്പൊ രണ്ടു ദിവസമായിട്ട് അവനെ കാണാത്തല്ലേ? അവനെ മേലാന കണ്ടല്ലോ, എന്റെ സാധനം അവിടെ വെച്ചിട്ടുള്ളോ, എടുത്ത് കുടിക്കല് വേണ്ടോ? അല്ലെന്റെ രാജപ്പാ, ഇതിപ്പോ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. പിടിക്കണ്ട നമുക്ക്. അതിനിപ്പോ നീ എന്റെ ഇപ്പൊ കൂടെ വരൂ. അതിനിപ്പോ എന്താ രാജപ്പാ, പോയി ചോദിക്കാലോ. ഒരെണ്ണം എന്നാ രാജപ്പന്റെ വക ഊസിന്റെ കേട്ടാ. ആ അതെ അതെ, എല്ലാവരും രാജാവിന്റെ കുഴപ്പമൊന്നുമില്ലേ, കുടിച്ചോളോ കുടിച്ചോളോ, എല്ലാവരും പറ്റിക്കലല്ലേ. ഒരു ധൈര്യൊക്കെ വരണ്ടേ? ഉണ്ണേട്ടോ, എവിടെ നിങ്ങളുടെ അനിയൻ ആ പണിയിലെത്താ സതീശൻ? അവൻ പെടില്ല, എന്താ കാര്യം? നിങ്ങളവിടുന്ന് വരുന്ന സമയത്തേ അവൻ ഇവിടെ ഇരുന്നാന്നല്ലോ, എന്നിട്ടാ ഓടിപ്പോകണ്ട ചെയ്ത്. ഈ കള്ളച്ചാരായം വിറ്റ് നടക്കുന്ന ഇവൻ എന്തിനാ വീട്ടിലേക്ക് വന്നത്? അതെ, 2 ദിവസമായിട്ട് ഇത് 1 ലിറ്റർ സാധനം എടുത്ത് കുടിച്ചേക്കണേ. അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ പൈസ തരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ആ പട്ടാളക്കോട്ടയിൽ നിന്ന് 1 ലിറ്റർ എനിക്ക് തന്നേ പറ്റുള്ളൂ. അത് ഞാൻ പോവില്ല കേട്ടോ. അത് പറയാൻ ന്യായം. നീയാണ് എന്നെ ന്യായം പഠിപ്പിക്കാരന്. 2 പെടുന്ന പൊക്കോ, അല്ലെങ്കിൽ തോക്കിടിച്ച പൂച്ചട്ടാ. ആ കുറെ കാലമായി തോക്ക് തോക്കെന്ന് പറഞ്ഞത് പഞ്ചായത്ത് മുഴുവൻ പറഞ്ഞു നടക്കണല്ലോ. ഉണ്ടെങ്കിൽ എടുക്കണോ തന്റെ തോക്ക്? അല്ല രാജപ്പ,
ഒരു തൂക്കുണ്ടോ? ചിലപ്പോ അങ്ങോട്ട് തോക്കൊന്നും ഉണ്ടാവില്ല നീ. രാജപ്പ നീ വേണമെങ്കിൽ പോന്നോ? ചില തോക്കുണ്ടാ, വെറുതെ അല്ലാട്ടോ. നീ വന്നാ? ഇന്നലെ നിന്നെ തല്ലൂടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ ഒന്നും വരില്ലാവും. ഞാനെങ്ങോട്ട് പോവാനാ? ഞാൻ ഇവിടെ പണിയെടുക്കാൻ തന്നെ വന്നേക്കണേ. ഇന്ന് നീ വന്നത് നിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ പണിക്ക് വേറെ ആളെ വിളിച്ചിറങ്ങും. നിനക്കറിയില്ലേ ഇവന്റെ സ്വഭാവം? പണിക്ക് പോവില്ല, എന്റെ കുപ്പി എന്നോട് ചോദിക്കാണ്ട് എടുത്ത് കുടിക്കുന്നവനാണ് ഇവൻ. കഴിപ്പാ, നിനക്ക് എന്റെ പഴയൊരു പാൻറ് തരാം. നീ കുടിച്ചിട്ട് ആ കുപ്പി നിന്റെ പോക്കറ്റിലിട്ട് വെച്ചോ. എനിക്ക് നിങ്ങളുടെ പഴയ പാൻറ്റൊന്നും വേണ്ട. ഞാൻ ടൈലർ ആശാന്റെ അടുത്ത് 2 വലിയ പോക്കറ്റിലുള്ള ഡ്രോയർ അടിച്ചിട്ടുണ്ട്, കണ്ട? ഞാൻ അതിലിട്ട് കൊണ്ടുപോകാം. സതീശ, നീ ഇനി കുടിക്കണെങ്കിലേ ഞാൻ ഡ്രോയർ ആയിട്ട് എടുക്കേണ്ടി വരും കേട്ടാ. കേൾക്കേണ്ട ഒരു കാര്യം ഉണ്ടാ, ഇഷ്ടം പോലെ എന്റെ അടുത്ത് കുടിക്കില്ലടാ. നടുവായ കിടുവ പിടിച്ച